എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ SSCയുടെ GD 2025 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. PSC പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒരു എക്സാമാണ് SSC നടത്തുന്ന SSCയുടെ GD 2025. ഏതൊരാൾക്കും വളരെ ചെറിയ ഒരു സമയം കൊണ്ട് തന്നെ കൃത്യമായി പഠിച്ച് കൃത്യമായി അതിൻ്റെ റൂട്ടീനിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് നേടാൻ പറ്റുന്ന ഒരു എക്സാമാണ് SSCയുടെ GD. അപ്പോൾ നമ്മളെ നോട്ടിഫിക്കേഷൻ നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇതിലോട്ട് SSCയുടെ സൈറ്റിൽ കയറിയിട്ട് ഓൺലൈൻ വഴിയാണ് എന്ത് ചെയ്യുക, നമ്മൾ അപ്ലിക്കേഷൻസ് എന്ത് ചെയ്യുന്നത് നൽകേണ്ടത്. അപ്പോൾ അതിൻ്റെ ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോം നമുക്ക് എവിടെ അവൈലബിൾ ആണ്? SSCയുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ അപ്ലിക്കേഷൻ 5/9/2024 മുതൽ 14/10/2024 വരെയുള്ള ഒരു സമയത്ത് നമുക്കതിനെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ റെസിപ്റ്റ് ഓഫ് ഓൺലൈൻ അപ്ലിക്കേഷൻ, അതായത് ഓൺലൈൻ അപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? 14/10/2024 ആണ്. 14/10/2024 ആണ് ലാസ്റ്റ് ഡേറ്റ് ടൈം ഫോർ മേക്കിംഗ് ഓൺലൈൻ പേയ്മെന്റ്. അതായത് നമ്മൾ ഓൺലൈൻ അപ്ലിക്കേഷൻ ഒക്കെ സബ്മിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ചെയ്യേണ്ടതാണ് എന്ത്? പേയ്മെന്റ്. ഈ പേയ്മെന്റ് നടത്താനുള്ള അവസാന തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റ് ഓഫ് അപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റിൽ നിന്നും ഒരു ദിവസം എക്സ്ട്രാ കഴിഞ്ഞ് അടുത്ത ദിവസം നമുക്ക് എന്ത് ചെയ്താൽ മതി? പേയ്മെന്റ് ചെയ്താൽ മതി. അതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കൂടി എക്സ്ട്രാ നമുക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ടും കിട്ടും. അത് കരുതി നമ്മൾ എന്ത് ചെയ്യരുത്? ആ പേയ്മെന്റ് അങ്ങോട്ട് മാറ്റി വെച്ച് ബാക്കിയുള്ള പരിപാടി എല്ലാം തീർത്ത് വെച്ചിട്ട് ഇനി പേയ്മെന്റ് അല്ലേ ഉള്ളൂ ലാസ്റ്റിൽ അത് ചെയ്യാന്ന് വെച്ചിട്ട് നിൽക്കരുത്. കാരണം അവസാന ദിനങ്ങളിലോട്ടൊക്കെ ചെല്ലുമ്പോൾ SSCയുടെ സൈറ്റിന് ഒരു പ്രത്യേക സ്വഭാവമൊക്കെ കാണിക്കാനുണ്ടാവും ചില സമയങ്ങളിൽ. അപ്പോൾ ആ ഒരു പ്രവണത ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മുൻകൂട്ടി തന്നെ നമ്മൾ ഈ ഓൺലൈൻ എപ്പോഴാണോ സബ്മിറ്റ് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ പേയ്മെന്റും കൃത്യമായിട്ട് ഒരു 10-ാം തീയതിക്ക് മുന്നേ തന്നെ എന്ത് ചെയ്യുക? ചെയ്തു തീർക്കാം. അത്തരത്തിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലിക്കേഷന് ഹാങ്ങോ കാര്യങ്ങളോ വരാതെ തന്നെ വളരെ നല്ല രീതിയിൽ അത് എന്ത് ചെയ്യാം? സബ്മിറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇനി ഇൻ കേസ് നമ്മുടെ അപ്ലിക്കേഷനിൽ എന്തെങ്കിലും തിരുത്തോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എഡിറ്റ് അല്ലെങ്കിൽ കറക്ഷൻ ചെയ്യാനുള്ള ഒരു വിൻഡോ ഓപ്പൺ ആകുന്ന ഡേറ്റ് ആണ് 5/11/2024 മുതൽ 7/11/2024. 2 ഡേയ്സ് എന്ത് ചെയ്യും? നിങ്ങൾക്ക് അവിടെ കിട്ടും. ഈ 2 ഡേയ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇൻ കേസ് നമ്മൾ സബ്മിറ്റ് ചെയ്ത സമയത്ത് എന്തെങ്കിലും കറക്ഷൻസോ കാര്യങ്ങളോ ഉണ്ട് എങ്കിൽ അത് ചേഞ്ച് ചെയ്യാനുള്ള 2 ദിവസമാണ് എന്ത്? 5 to 7 വരെയുള്ള ദിവസങ്ങളിൽ. ശ്രദ്ധിക്കണം, നമ്മളെ എക്സാം ഓൾമോസ്റ്റ് ഉണ്ടാവല് ഈ ജനുവരി ഫെബ്രുവരി ഈ ഒരു ഗ്യാപ്പിലായിരിക്കും നമ്മുടെ എക്സാമുകളും കാര്യങ്ങളൊക്കെ നോട്ടിഫൈ അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന സമയം ഈ ജനുവരി ഫെബ്രുവരിന്റെ ഇടയിലായിരിക്കും. 2025 ജനുവരി ഫെബ്രുവരി ഇതിന്റെ ഇടയിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം? എക്സാം കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പം ഈ എക്സാം നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് ആയിട്ടാണ് എക്സാം നടക്കുന്നത്. ഒന്ന് തിയററ്റിക്കൽ, അതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമും അതിന്റെ മാർക്ക് അടിസ്ഥാനത്തിൽ നമുക്കൊരു ഫിസിക്കൽ എക്സാമും പിന്നെ ഡയറക്റ്റ് നമ്മൾ പോസ്റ്റിങ്ങും. ആ ഒരു പരിപാടിയാണ് നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തിട്ട് നമ്മളെ കറക്റ്റ് ആയിട്ട് നമ്മളെ ജോബിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലേസ് ആവാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം 80 മാർക്കിനാണ് എക്സാം. 80 മാർക്കിനാണ് നമ്മുടെ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം വരുന്നത്. ഇതിൽ തന്നെ 40 മാർക്കിന് എന്താണ്? മാത്സും അതുപോലെ തന്നെ റീസണിങ്ങും കാര്യങ്ങളാണ്. മാത്സ് ആൻഡ് റീസണിങ് കാര്യങ്ങളാണ്. നമുക്കിത് സിമ്പിളായിട്ട് പഠിക്കാം. കാരണം നമ്മൾ PSC പഠനത്തിലോട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മുടെയൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് നമുക്ക് GK അറിയില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി നമ്മുടെ മൈൻഡിലോട്ട് ഇഞ്ചക്ട് ചെയ്യാണ്. എനിക്കിപ്പോൾ PSC പറ്റൂല, എനിക്ക് SSC പറ്റൂല, എനിക്ക് ഒന്നും പറ്റൂല, കാരണം എനിക്ക് GK അറിയില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് നമ്മളെ മൈൻഡിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്രോച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യൂല? നമ്മൾക്ക് അത്ര അങ്ങോട്ട് എഫേർട്ട് ഇടാൻ പറ്റൂല. ആ ഒരു പ്രവണത ഇവിടെ കുറക്കാൻ പറ്റിയ ഏറ്റവും ടോപ്പ് സംഭവമാണ് ഈ 40 മാർക്കിന്റെ മാത്സും ആൻഡ് റീസണിങ് വരുന്നത്. 20 മാർക്കിന് മാത്സും 20 മാർക്കിന് റീസണിങ്. ഇത് നമ്മൾ ഒരു അത്യാവശ്യം ലോജിക്ക് ഉപയോഗിച്ച് മാത്സിനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ വെച്ച് കൃത്യമായിട്ട് ഒരു ഷെഡ്യൂൾഡ് ആയിട്ട് നമ്മൾ പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വരുന്ന 40 ക്വസ്റ്റ്യനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിന് ഓൾമോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 70+ നമുക്ക് മാർക്കും അവിടെ നിന്ന് സിമ്പിൾ ആയിട്ട് വാങ്ങാൻ പറ്റുമെന്നാണ് ഈ ഒരു എക്സാമിൻ്റെ ഒരു ട്രെൻഡ്. അപ്പോൾ നമ്മൾ അത് കീപ്പ് ചെയ്ത് പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ PSC ഒക്കെ എത്ര എഫേർട്ട് ഇടുന്നോ അത്ര പോലും എഫേർട്ട് ഇടാതെ നമുക്ക് കൃത്യമായിട്ട് പ്ലേസ് ആവാൻ പറ്റിയ ഒരു എക്സാമാണ് SSCയുടെ GD. ഈ GDയിൽ തന്നെ പല പോസ്റ്റുകളും ഉണ്ട്. അപ്പോൾ ഈ SSCയുടെ GDനെ നമ്മൾ എന്ത് ചെയ്യുക? അത്രയും കൃത്യമായിട്ട് പഠനത്തോടെയും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ജോലി കിട്ടും എന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്യാം? പഠിച്ചു തുടങ്ങാൻ പറ്റിയൊരു എക്സാമാണ്
ഇതുവരെ പഠിക്കാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഇരുന്ന് നോക്കിയാൽ സിമ്പിൾ ആയിട്ട് കിട്ടാവുന്നതുമായിട്ടുള്ള ഒരു എക്സാം ആണ് എന്ത് SSCയുടെ GD. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് നമ്മളെ നോട്ടിഫിക്കേഷനിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനത്തെ കുറെ പോയിന്റുകളായിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ആ എക്സാം നടക്കുന്നതും എന്നും ആ എക്സാമിന്റെ രീതികൾ എന്താ എന്നും എങ്ങനെ ആ എക്സാമിന് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ നോട്ടിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് ഈ എക്സാമിനെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടാൻ പറ്റും. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെ ഈ ഒരു എക്സാമിലോട്ട് അട്രാക്ട് ചെയ്യുന്ന ഏറ്റവും വലിയ എലമെന്റ് ആണ് മക്കളെ എന്ത്, ഈ വേക്കൻസീസിന്റെ നമ്പർ. എത്ര വേക്കൻസിയാണ് ഇവിടെ? 39,000-ത്തിലധികം വേക്കൻസീസ് ആണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതുവരെ ഈ നോട്ടിഫിക്കേഷൻ വന്നത് വരെയുള്ള വേക്കൻസി ആണ് എന്ത്, 39,000 പ്ലസ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ PSC പോലത്തെ എക്സാമുകൾക്കൊക്കെ മത്സരിക്കുന്നത് ഒരു 20 അല്ലെങ്കിൽ 10 15 പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. അതേ സമയത്ത് SSCയുടെ GDയുടെ ഈ ഒരു വേക്കൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓൾമോസ്റ്റ് 40,000-ത്തിൽ അടുത്ത് എന്തുണ്ട്, വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ എക്സാമും കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ അതെന്തായാലും അത്യാവശ്യം നല്ലൊരു വേക്കൻസി എന്ത് ചെയ്യും, അതവിടെ കാണും. അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് റിക്രൂട്ട് ആവുകയും ചെയ്യും. വളരെ സ്പീഡായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സും കൂടിയാണ് എന്ത്, SSCയുടെ ആ ഒരു പ്ലേസ്മെന്റ് പ്രോസസ്സ്. ഇനി മക്കളെ ഇവിടെ മെയിലിനും ഫീമെയിലിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ മെയിലിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 35,000-ത്തിലധികം പോസ്റ്റുകൾ എന്തുണ്ട്, മെയിൽസിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റിയതും. അതുപോലെ തന്നെ ഫീമെയിൽസിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 3,800-ലധികം എന്താണ് പോസ്റ്റുകൾ എന്തുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് ഫീമെയിൽസിനും മെയിൽസിനും എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് ടോട്ടൽ എത്ര വരുന്നത് പോസ്റ്റുകൾ, 39,000 പോസ്റ്റുകൾ നമ്മളുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഫീമെയിൽ ആയാലും മെയിൽ ആയാലും വളരെ സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ എക്സാമിൽ പാസ്സാവുക മാത്രമല്ല വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലിയിൽ പ്രവേശിക്കാനും കൂടെ പറ്റുന്ന ഒരു എക്സാമാണ് എന്ത്, നമ്മുടെ SSCയുടെ GD 2025. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഓരോ വേക്കൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഓരോ ഈ BSF-ൽ എത്ര വേക്കൻസി ഉണ്ട്, CSF-ൽ എത്ര ഉണ്ട്, CRPF-ൽ എത്ര ഉണ്ട്, SSB എത്ര ഉണ്ട്, ഈ എല്ലാ ഏരിയയിലും എത്രത്തോളം നമുക്ക് കൃത്യമായിട്ട് ഇവിടെ ഓരോ കാറ്റഗറി വൈസ് നമ്മൾ OBC, EWS, SC, ST, അതുപോലെ തന്നെ UR അൺറിസർവ്ഡ് ആയിട്ടുള്ള EWS-ലുള്ള ആളുകൾ, ഇവരുടെയൊക്കെ കൃത്യമായിട്ടുള്ള വേക്കൻസി ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ ഏകദേശം 40,000-ത്തിലധികം പോസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാണ്, വേക്കൻസികൾ നമുക്ക് എന്ത് ചെയ്യാണ്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ 40,000-ത്തിൽ ഒരാളായിട്ട് നമ്മൾ വരുമെന്നുള്ള ഒരു കൃത്യമായ ധാരണ നമ്മൾ ഇപ്പോൾ തന്നെ ഇത് അപ്ലൈ ചെയ്യുന്നത് മുതൽ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ, നിങ്ങൾ ആ ജോലിയിൽ പ്രവേശിച്ചിരിക്കും. അത് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിപ്പോൾ ആദ്യം തന്നെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാത്തത് കിട്ടൂല കേട്ടോ, ഇത് വേറെ വിഷയം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് എക്സാം എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി ഫിസിക്കലിന് തയ്യാറെടുക്കുക. നിങ്ങൾക്ക് എന്തായാലും ഷുവറായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളിത് കൃത്യമായിട്ട് ഇതിൻ്റെ വേക്കൻസികളുടെ എണ്ണം നോക്കിയിട്ട് ഇതിലെ BSF അതുപോലെ തന്നെ CISF ഈ കാര്യങ്ങളിലൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് ഏതിനാണോ ഇൻട്രസ്റ്റ് ഉള്ളത് ആ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠനം തുടങ്ങുക. അതിന് നമ്മളെ ചാനൽ നമുക്കുണ്ട്, നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്. നമ്മുടെ ടെലഗ്രാം ചാനലിൽ SSC PSC ക്ലാസ് എന്ന് നിങ്ങളുടെ ടെലഗ്രാമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ചാനലിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെലഗ്രാമിൽ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലോട്ട് ഡയറക്റ്റ് എൻട്രി ചെയ്യാൻ പറ്റും. ആ ചാനലിൽ നിങ്ങൾക്ക് ഇതുപോലെ നമ്മളെ നോട്ടീസുകളും കാര്യം കാണാം. അതിൽ ഫ്രീ ക്ലാസ്സുകൾ ഉണ്ടാവും, നിങ്ങൾക്ക് ഫ്രീ മെന്റർഷിപ്പുകൾ ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പുകളിൽ പെയ്ഡ് ക്ലാസ്സുകൾ അതുപോലെ തന്നെ ഫ്രീ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, SSCയുമായി ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള നോട്ടിഫിക്കേഷനും എല്ലാ രീതിയിലുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിനോട് കൂടെ തന്നെ അവിടെ പെയ്ഡായിട്ട് നമ്മൾ ചെറിയൊരു പെയ്ഡ് ഗ്രൂപ്പുമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. ഇതിലോട്ട് വളരെ കൃത്യമായിട്ട് എനിക്ക് ഈ SSC GD 2025 കിട്ടിയേ മതിയാവൂ എന്നുള്ള പിള്ളേർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, ഷുവറായിട്ട് ഇത് നിങ്ങൾക്ക് 100% കോൺഫിഡൻസോടെ നിങ്ങൾക്ക് അതിലോട്ട് കയറി കഴിഞ്ഞാൽ അത് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തായാലും GDൻ്റെ ഒരു ജോബ് ലെറ്റർ നിങ്ങളുടെ കയ്യിൽ കിട്ടും എന്നുള്ളത് ഷുവറാണ്. അപ്പോൾ അത്രയും കോൺഫിഡൻസ് അത്രയും ഓക്കെയാണ്, ഞാൻ ഇതിന് റെഡി ആണെന്നുള്ള ആളുകൾക്ക് നമ്മളെ ഗ്രൂപ്പുകൾ, നമ്മളെ ടെലഗ്രാം ഗ്രൂപ്പിൽ വന്നിട്ട്
ടെലഗ്രാം ഗ്രൂപ്പിൽ അഡ്മിൻസോ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങളെ മെസ്സേജുകൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിൻസ് നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ഇതിൻ്റെ മെൻറ്റർഷിപ്പും ഇത് സാധാ നിങ്ങളുടെ എന്താ പറയുക നമ്മളെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇതിൽ കാണുന്ന രീതിയിലുള്ള ക്ലാസ്സുകളൊന്നുമല്ല. നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂളിൽ നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങൾ ഏത് രീതിയിലാണെന്നുള്ള കൃത്യമായ ഓരോ വ്യക്തികളുടെയും മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് നിങ്ങളെ ഏതൊക്കെ രീതിയിൽ പഠിക്കണമെന്നും കൃത്യമായ എക്സാമിൻ്റെയും ക്ലാസ്സിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേര് നിങ്ങൾ മറക്കണ്ട, SSC PSC ക്ലാസ് എന്ന് ചുമ്മാ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടെലഗ്രാമിൽ നമ്മളെ ചാനൽ വരും. ആ ചാനലിൽ നിങ്ങൾ പുതുതായിട്ടുണ്ടാക്കിയ ചാനലാണ് അല്ലെങ്കിൽ ഗ്രൂപ്പാണ്, ഡിസ്കഷൻ ഗ്രൂപ്പാണ്. നിങ്ങൾ അതിലോട്ട് കയറിയിട്ട് അവിടെ ജസ്റ്റ് എന്ത് ചെയ്യുക മെസ്സേജ് ചെയ്യുക, എന്താണ് നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ആ ഒരു മെസ്സേജിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിൻസ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ പെയ്ഡ് ക്ലാസ്സിനെ കുറിച്ചും ഫ്രീ ക്ലാസ്സിനെ കുറിച്ചുമുള്ള ഡീറ്റെയിൽസ് മൊത്തം നിങ്ങൾ എന്ത് ചെയ്യും ആ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് അറിയിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക SSCയിൽ നിങ്ങൾക്ക് പഠിച്ച് ജോലി വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പഠനം തുടങ്ങുക, അപ്ലൈ ചെയ്യുക. എന്ത് ഡൗട്ടിനും ഏത് സമയത്തും നമ്മുടെ ഗ്രൂപ്പുകളിൽ ആക്റ്റീവായിരിക്കും. അപ്പോൾ ഏത് സമയത്തും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക ആ ഗ്രൂപ്പുകളിൽ ചോദിക്കാൻ പറ്റുന്നതാണ്. ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും ഒരു നല്ല വിജയാശംസകൾ നേർന്നുകൊണ്ട് എല്ലാവരും അപ്ലൈ ചെയ്യുക. താങ്ക് യു.